ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരത്തേക്കുള്ള അത്താഴത്തിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഒഴിച്ചുകറി മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചൗച്ചൗ എന്ന് പറയുന്ന ഒരു പച്ചക്കറി ഇനമാണ്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ ഇങ്ങനെയും പച്ചക്കറി കിറ്റ് കിട്ടുന്നതിൻ്റെ കൂടെയൊക്കെ വാങ്ങുമായിരുന്നേ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അങ്ങനെ അല്ലാണ്ട് ഒരെണ്ണമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. രണ്ടത് മുറിച്ച് കഴിയുമ്പോൾ ഈ മാങ്ങാണ്ടിയുടെ ഒരു ഇതുപോലെ അതിനകത്തുണ്ട്. നമ്മൾ വെള്ളരിക്ക മാങ്ങയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ഞാനിത് മോരൊഴിച്ചാണ് നേരത്തെയൊക്കെ വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം മോര് ഇല്ലാത്തതുകൊണ്ട് മാങ്ങ ഇട്ട് വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ചെണ്ടൻ കപ്പ, അതായത് മുറിച്ച് പുഴുങ്ങുന്ന കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഞാൻ കറി അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് എന്നും രാവിലത്തെ വീഡിയോ ഒക്കെയാണ് ഉൾപ്പെടുത്താറ്. ഇന്ന് രാവിലെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് വൈകുന്നേരത്തെ. അപ്പോൾ നമ്മൾ അത്താഴത്തിന് ഒഴിച്ചുകറി ഉണ്ടാക്കി. പിന്നെ കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു. കൂർക്ക ഞാൻ പകൽ സമയത്ത് ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ, ജീരകം, ഒരു അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞത് ആ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാനായിട്ട് പോവുക. കഴിഞ്ഞ ദിവസം ഇതേ മാങ്ങ തന്നെ ആയിരുന്നു കൊണ്ടുവന്നേ കൂട്ട്. മീനിനകത്തിട്ടിട്ട് ഒട്ടും പുളിയില്ലായിരുന്നു. അതൊരല്പം അഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ജീവിത രീതികളും പാചകങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ തന്നേക്കണം കേട്ടോ. പിന്നെ ഞാൻ അത് വേകുന്ന സമയമാകുമ്പോഴത്തേക്കും മാങ്ങായും കൂടെ പൊളി വെച്ചിട്ട് ഞാനത് കൂർക്ക ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അരിഞ്ഞും കൂടി എടുക്കുന്നുണ്ടേ. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. അപ്പം ഞാൻ ആ മാങ്ങായും കൂടി ഇട്ടു. കുക്കറിൽ അടുപ്പിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വെന്തെടുത്തേനെ. ഇന്നിപ്പം ഞാൻ അടുപ്പിലേക്ക് വയ്ക്കാനായിട്ടാണ് പോയത്. അപ്പോൾ തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ കപ്പ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാൽ അടുപ്പിലേക്ക് കറിയും കൂടെ വയ്ക്കാം. നമുക്ക് അടുപ്പത്ത് വയ്ക്കുന്ന കറിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം കല്ലിലും കൂടെ അരയ്ക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് കറി ഒന്നുകൂടെ വേകാനായിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ കൂർക്ക അരിഞ്ഞെടുത്തേ. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കുക്കറിലാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ഉടച്ച് കിട്ടും കേട്ടോ. ഇപ്പോൾ അത്ര അങ്ങ് വെന്തിട്ടില്ല എന്ന് തോന്നുന്നു, ഉടയാൻ പാകത്തിന്. പിന്നെ ഞാൻ എന്നിട്ടേക്ക് അരിപ്പം കൂടെ ചേർത്തു. ഇനി ചേർത്തിട്ട് അധികം തിളയ്ക്കണ്ട. അപ്പോൾ പയ്യെ ഒന്ന് അതുപോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടോ? ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് പയ്യെ അതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കറി വാങ്ങി വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിളച്ച് പോകുന്ന കൊള്ളില്ല. ഇങ്ങനെ നമ്മൾ പതഞ്ഞങ്ങ് വരില്ലേ, ആ ഒരു പരുവാകുമ്പോൾ വാങ്ങി വയ്ക്കണം കേട്ടോ. പിന്നെ ഇതാ കടുകും കൂടെ വറുത്ത് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച് കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കൂർക്ക മെഴുക്ക് പുരട്ടാനായിട്ട് പോവുകയാണേ. അപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരിഞ്ഞത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കാന്താരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഉണക്കി പൊടിച്ചത്. പിന്നെ ഗരം മസാല, ഉപ്പുപൊടിയൊക്കെ ചേർത്തിട്ട് വേകാനായിട്ട് വെച്ചു. വെന്ത് കഴിയുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് വാങ്ങിയെടുക്കുക കേട്ടോ ചെയ്യണത്. പക്ഷേ കൂർക്ക മെഴുക്ക് പുരട്ടുമ്പോൾ ഇതിലും ടേസ്റ്റായിട്ടുള്ള ഉണ്ടാകുന്നത് വറ്റൽമുളക്, ഉള്ളിയും കൂടെ ഇടിച്ചിട്ട് അത് കടുക് വറുത്തിട്ട് ഈ കൂർക്ക വേവിച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ.